US പോകുന്ന ഒരാൾക്ക് നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റുന്ന ബ്രാൻഡ്സ് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡ് ഇവിടെ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. ഓൾമോസ്റ്റ് കുറെ ബ്രാൻഡ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇന്ത്യയിൽ തന്നെ. ഇന്ത്യയിൽ സ്ഥിരമായിട്ട് കാണുന്ന കുറെ ബ്രാൻഡ്സും ഉണ്ട്. അപ്പൊ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആളുകളാണ് കുറെ നാളുകൾക്ക് ഇങ്ങോട്ടേക്ക് വരില്ല എന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ സമയം നിൽക്കുന്ന രാജ്യത്തെ ഏത് ഇംപ്ലാന്റ്സ് ആണ് അവൈലബിൾ എന്നുള്ളതൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ദാറ്റ്സ് ദ ജോബ് ഓഫ് ദ ഡെന്റിസ്റ്റ്. അപ്പം അത് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ. ബിക്കോസ് ഇപ്പൊ നമ്മൾ ഒരു ഷിക്കാഗോയിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഒരു ഇംപ്ലാന്റ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എമർജൻസി ഒരു ചെറിയ സ്ക്രൂ ലൂസണിങ് വന്നു, അല്ലെങ്കിൽ ഒരു ക്രൗൺ എന്തെങ്കിലും സംതിങ് വിച്ച് ഇസ് അൺപ്രഡിക്റ്റഡ് ആയിട്ട് ഒരു കാര്യം വന്നു, അതിനു വേണ്ടി ഒരു ഫ്ലൈറ്റ് എടുത്ത് തിരിച്ച് ഇവിടെ വന്ന് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളാണ് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇൻ ജനറൽ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ഇംപ്ലാന്റ് ഫോക്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ ഒരു പ്രശ്നം ആക്ച്വലി ഒരു 10 year ബാക്ക് ഉള്ള പ്രശ്നമായിരുന്നു. ഇപ്പൊ എല്ലാം എല്ലായിടത്തും ഉണ്ട്. പിന്നെ അതാത് കൺട്രിയിലെ FDA അപ്രൂവ്ഡ് ആയിട്ടുള്ള കുറച്ച് ഇംപ്ലാന്റ്സ് ഉണ്ട്. ഇവിടെ നമ്മൾ ഫ്രീലി യൂസ് ചെയ്യുന്ന ഇംപ്ലാന്റ് ചിലപ്പം ഒരു വെസ്റ്റേൺ കൺട്രിയിൽ ചിലപ്പോൾ അത് യൂസ് ചെയ്യുന്നത് ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരു കൊറിയൻ ഇംപ്ലാന്റ് അവിടെ ഉണ്ടാവണമെന്നില്ല. ഇവിടെ ഇന്ത്യയിലെല്ലാം ഒരു പൂളാണ്. യു ഗെറ്റ് എ ലോട്ട് മെനി ടൈപ്സ് ഓഫ് ഇംപ്ലാന്റ്സ് ഹിയർ. പക്ഷേ ദർ ആർ പീപ്പിൾ ട്രാവലിംഗ് ഫ്രം അബ്രോഡ്. ഇപ്പൊ എനിക്ക് പേഷ്യൻസ് ഉണ്ട്, പുറത്തുനിന്നുള്ള പേഷ്യൻസ് സംടൈംസ് പ്രിഫർ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഇംപ്ലാന്റ് ഇട്ടാൽ മതി. ബിക്കോസ് ദ പ്രൈസ് അവർക്ക് അത്രയും പോകണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ബ്രാൻഡ്സ് തന്നെ യൂസ് ചെയ്യാം, അങ്ങനെയും യൂസ് ചെയ്യാം.